ഗലീലി കടൽ പതിവിലും ശാന്തമായിരുന്നു. മീൻപിടുത്തക്കാർ തിരിച്ചെത്തി തുടങ്ങിയിരുന്നു. യേശു കടൽ തീരത്തുകൂടെ നടന്നുകൊണ്ടേയിരുന്നു. രണ്ടു സഹോദരങ്ങൾ സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും പിതാവിൻ്റെ കൂടെ വഞ്ചിയിലിരുന്ന് വല നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. യേശു അവരെ തന്നെ അനുഗമിക്കുവാനായി വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചിയും വലയും പിതാവിനെയും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. ഗലീലയിലെ മുക്കുവനായിരുന്ന സെബദിയുടെയും യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു സഹോദരി സലോമിയുടെയും മകനായ യാക്കോബിന് യേശുവിനേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ടായിരുന്നു. യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും വികാരഭരിതവും ആവേശഭരിതവുമായ സ്വഭാവം കാരണം യേശു അവർക്ക് ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിപ്പേരു നൽകി. ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജൂലൈ 25 തിരുസഭ എൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുന്നു. എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ. യേശുവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു വിശുദ്ധ യാക്കോബ് ശ്ലീഹ. അപ്പസ്തോലന്മാരിൽ മറ്റൊരു യാക്കോബ് കൂടി ഉണ്ടായിരുന്നതിനാൽ വലിയ യാക്കോബ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രക്ഷാകര ചരിത്രത്തിലെ സുപ്രധാനമായ പല സംഭവങ്ങൾക്കും അദ്ദേഹം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. യേശു കഫർനാമിൽ വിശുദ്ധ പത്രോസ്ലിഹായുടെ അമ്മയുടെ രോഗം സുഖപ്പെടുത്തിയപ്പോഴും സിനഗോഗിന്റെ അധികാരി ജെയ്റോസിന്റെ പുത്രിയെ ഉയർപ്പിച്ചപ്പോഴും താബോർ മലയിൽ വച്ച് രൂപാന്തരപ്പെട്ട് തൻ്റെ ദൈവമഹത്വം വെളിപ്പെടുത്തിയപ്പോഴും ഗത്സമനയിൽ തീവ്ര ദുഃഖം അനുഭവിച്ച് രക്തം വിയർത്തപ്പോഴും വിശുദ്ധ യാക്കോബ് ശ്ലീഹ ഗുരുവിനോടൊപ്പം സമീപത്തുണ്ടായിരുന്നു. യേശുവിൻ്റെ പുനരുദ്ധാനത്തിനും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനും ശേഷം അപ്പോസ്തലന്മാർ സുവിശേഷ പ്രഘോഷണത്തിനായി വിവിധ ദേശങ്ങളിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങിപ്പുറപ്പെട്ടു. വിശുദ്ധ യാക്കോബ് ശ്ലീഹ യഹൂദരുടെ 12 ഗോത്രങ്ങളോടും സുവിശേഷം പ്രസംഗിച്ചു. ഇന്നത്തെ സ്പെയിനും പോർച്ചുഗീസും ഉൾപ്പെടുന്ന ഐബീരിയൻ ഉപദ്വീപിലേക്ക് യാത്ര ചെയ്ത് സുവിശേഷ പ്രഘോഷണം നടത്തി. AD 40 സർഗോസായിൽ പരിശുദ്ധ കന്യകാമറിയം അത്ഭുതകരമായി അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് പ്രോത്സാഹനം നൽകുന്നതുവരെ അദ്ദേഹം തൻ്റെ ദൗത്യത്തിൽ ബുദ്ധിമുട്ടുകയായിരുന്നു. ഒടുവിൽ യാക്കോബ് ശ്ലീഹ യഹൂദിയയിലേക്ക് മടങ്ങി. അവിടെ അദ്ദേഹത്തിൻ്റെ തുറന്ന പ്രസംഗം ഹെരോദ് അഗ്രിപ്പ രാജാവിൻ്റെ ഇഷ്ടക്കേടിന് പാത്രമായി. യഹൂദ അധികാരികളെ പ്രീതിപ്പെടുത്തുവാൻ ആഗ്രഹിച്ച അഗ്രിപ്പ AD 44 വിശുദ്ധ യാക്കോബ് ശ്ലീഹായെ ശിരസ് ഛേദിച്ച് വധിച്ചു. അങ്ങനെ യാക്കോബ് ശ്ലീഹ അപ്പസ്തോലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷിയായി. അദ്ദേഹം വിചാരണ സമയത്തും വിധി സമയത്തും പ്രകടിപ്പിച്ച ധീരത കണ്ട് പ്രചോദിതനായി ന്യായാധിപൻ മാനസാന്തരപ്പെട്ടു. അദ്ദേഹത്തെയും യാക്കോബ് ശ്ലീഹായോടൊപ്പം ശിരച്ഛേദം ചെയ്യുകയും ചെയ്തു. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ മൃതദേഹം വീണ്ടെടുത്ത് സ്പെയിനിലെ ഗലേഷ്യയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് സാന്റിയാഗോ ഡി കമ്പോസ്റ്റേല കത്തീഡ്രലിലുള്ള വിശുദ്ധൻ്റെ കല്ലറ അടങ്ങുന്ന ദേവാലയം ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാമിനോ ഡി സാന്റിയാഗോ എന്നറിയപ്പെടുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 23-ാം വാക്യം, യേശു അവരോട് പറഞ്ഞു, എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും. എന്നാൽ എൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കുവാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല. അത് എൻ്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഈ പാനപാത്രം അപ്പസ്തോലന്മാരിൽ ആദ്യമായി കുടിച്ചത് വിശുദ്ധ യാക്കോബ് ശ്ലീഹായാണ്. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ മാധ്യസ്ഥത്താൽ എല്ലാവർക്കും നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ യാക്കോബ്, ജേക്കബ്, ജെയിംസ് നാമധാരികൾക്കും തിരുനാൾ ആശംസകൾ നേരുന്നു.